ഇത്ര ദിവസം ഉച്ചയ്ക്ക് എണീറ്റ് ഞാൻ ഇന്നെന്താ അറിയില്ല രാവിലെ എണീറ്റിരിക്കണം. അലാറം വെച്ചത് 8:25, എഴുന്നേറ്റത് 9:30. എനിക്ക് ഒന്നിനും ഒരു കൃത്യനിഷ്ഠല്ല. എന്താ ചെയ്യ? ആദ്യം ഞാൻ പോയി പല്ലേക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊളിക്കാം. പല്ലേച്ചിട്ട് വേണം കടി എന്താ നോക്കാൻ. ഈ ഗോൾഗേറ്റ് ഒക്കെ എങ്ങനെയല്ല ഉണ്ടാക്കണേ? ടേസ്റ്റി. എനിക്ക് കുറച്ചധികം പല്ലുണ്ട്, വേണ്ട കുറച്ചധികം പല്ലുള്ളത് കൊണ്ട് തേച്ച് കഴിയുമ്പോൾ 2 മണിക്കൂറൊക്കെ ആവും. പല്ലേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ പോയി നോക്കിയോട്ടെ, അമ്മ കടി ഉണ്ടാക്കിയതൊന്നും അറിയില്ല. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കടി ഉണ്ട് എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ട് അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ കടിയില്ലാത്തൊരു അവസ്ഥയാവുമ്പോ ഉണ്ടല്ലോ ശുഭം. പക്ഷെ ഇന്ന് കടിയുണ്ട്. ഇന്നതാ ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി കറിക്ക് ഇന്നലത്തെ ചക്കക്കറി ഉണ്ട്, പിന്നെ വഴുതന കറി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിന്? ഇവിടെ പഞ്ചസാര ഉള്ളപ്പോ അതൊക്കെ എന്തിന്? 2 ചപ്പാത്തി എടുത്തിട്ട് add some sugar. ചെറുതായിട്ടൊന്ന് ഇംഗ്ലീഷ് പിടിച്ചതാ. പഞ്ചസാര പാട്ട് എടുത്ത കേട്ടോ. ചപ്പാത്തി അധികം കഴിക്കാത്ത കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നിയ കഴിക്കും, തോന്നിയ മാത്രം പഞ്ചസാര ഇട്ട് ഞാൻ കഴിക്കും. അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചപ്പാത്തി തന്നെ നോക്കണം. ചപ്പാത്തി രാവിലെ കഴിക്കും. പിന്നെ രാവിലെ ഞാൻ നേരത്തെ എണീക്കുകയാണെങ്കിൽ രാവിലെ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ രാവിലെ കഴിക്കും. അല്ലെങ്കിൽ ഉച്ചത്തേക്ക് ഞാൻ കുറേ ഉണ്ടെങ്കിൽ ഉച്ചത്തേക്ക് ഞാൻ മാറ്റി വെക്കും. ഉച്ചത്തേക്ക് രാത്രിത്തേക്ക് ഞാൻ മാറ്റി വെക്കും. ഉച്ചത്തേക്ക് മാറ്റി വെക്കും ചപ്പാത്തി. ചിക്കൻ കറിയും മാറ്റിക്കും, ചപ്പാത്തി മാറ്റിക്കും. കറി കുറച്ച് തോന മാറ്റി വെക്കും. നല്ല കാലും നല്ല എന്താ പറയുക, നല്ല തൊടപ്പീസും കുറേ ചാറും എല്ലാം ഞാൻ മാറ്റി വെക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനുള്ളതായി, പിന്നെ രാത്രി കഴിക്കാനുള്ളതായി. രാത്രി എഡിറ്റ് ചെയ്യാനുള്ള ടൈമിലും അല്ലെങ്കിൽ ഈ റൂമിൽ കയറുമ്പോഴൊക്കെ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ റോളാക്കിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ കടിച്ച് ഞാൻ തിന്നുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതിനും വേറെ ടേസ്റ്റ്. പിന്നെ രാവിലെ പഞ്ചസാര ഇട്ട് തിന്നതിനും വേറെ ടേസ്റ്റ്. ഞാൻ എന്തായാലും കടത എങ്ങനെ അറിയണ്ടേ? ഞാൻ എന്തായാലും കടത ഉണ്ടല്ലോ ഒരു സാധനം ഇങ്ങനെ വെച്ച് അതിന്റെ എനിക്ക് കട്ടല് പകുതി വരെ വേണ്ട, ഈ മുഴുവനായിട്ട് വേണ്ട, ഈ പകുതി വരെ മതി. ഞാൻ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്. അപ്പൊ മുഴുവനായിട്ട് കിടക്കുമ്പോ ഉണ്ടല്ലോ പൊതുപ്പ് അപ്പുറം എത്തും, പിന്നെ ഇപ്പുറം എത്തും. പിന്നെ കുറെ ഗ്യാപ്പൊക്കെ ആയിട്ട് എനിക്ക് അങ്ങോട്ട് തണുപ്പ് അങ്ങോട്ട് കൂടാൻ തുടങ്ങിയപ്പോ ഉണ്ടല്ലോ ഞാൻ ഈ നടുവിലൊരു സാധനം വെച്ച് ഞാൻ ആ മൂലയിൽ പുതപ്പ് ടൈറ്റ് ആയി വെച്ചിട്ട് പുതപ്പിന്റെ ഉള്ളിൽ അങ്ങോട്ട് കടന്ന് ഞാൻ അപ്പൊ കാണിച്ചത്. ബെഡ് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങനെ വലുതായിട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുള്ളൂ. ഇപ്പൊ ഞാൻ ട്രെയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. ഞാൻ പുതപ്പ് വെച്ചിട്ടുണ്ടല്ലോ, പുതപ്പ് വെച്ചിട്ട് ഇങ്ങനെ കിടക്കാട്ടോ. ഇങ്ങനെ കിടക്കണിണ്ടാവും. ഇവിടെ എനിക്ക് ഇവിടെ തടസ്സം വരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങനെ ദൂരേക്ക് ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ കിടന്നാലും ഈ മൂലയ്ക്ക് കിടന്ന ഈ ഭാഗത്തൊരു ഇതുണ്ട്, ഈ ഭാഗത്തൊരു ചുമരുണ്ടല്ലോ ഈ ഭാഗത്ത്. അപ്പൊ എനിക്ക് ഇവിടെ അധികം തണുക്കൂല. ഇപ്പുറത്തെ ഭാഗത്താണ് അധികം തണുപ്പ് ഇതിന് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നീളത്തിൽ വെച്ച് ഇങ്ങനെ നീളത്തിൽ വെച്ച് ഇവിടെ കുറച്ച് പൊക്കി വെച്ച് ഈ രണ്ട് പുതപ്പായിരുന്നു ഇങ്ങനെ അട്ടിക്ക് ഉണ്ടായത്. അപ്പൊ എന്തായി, ഈ പുതപ്പ് എനിക്ക് അങ്ങോട്ട് ദൂരേക്ക് ഇടും വേണ്ട, ഇവിടുന്ന് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഇതുണ്ടോ, ഇത്ര പുതപ്പ് ആ ഭാഗത്ത് പോകില്ല, ഇത്ര പുതപ്പ് പോവുള്ളൂ. അപ്പൊ ഈ പുതപ്പ് എനിക്ക് കുറെ ലാഭമായി. പിന്നെ എനിക്ക് അധികം തണുക്കൂല. അതുകൊണ്ട് ഞാൻ നേരത്തെ കടന്നുറങ്ങിയത് കൊണ്ട് ഇന്ന് നേരത്തെ എണീക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ 1 മണിക്ക് 2 മണിക്ക് എണീക്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എണീറ്റ് കഴിച്ചത്. കാപ്പി ഇന്നലെ ഈ ടർപ്പായിട്ട് തന്നെ ഇവിടെ തന്നെ മടക്കി വെച്ചത്. എന്നിട്ട് അമ്മ രാവിലെ തുറന്നിടാൻ വേണ്ടി മറന്നു പോകുന്നത്.
എന്തായാലും കുറച്ച് വെയിലുണ്ട്, കാപ്പി ഉണങ്ങിക്കോളൂ. ഞാൻ ഇത് മൊത്തം പരച്ചൊന്നും ഇടട്ടോ. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വെയിലായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു കിളീന്റെ സൗണ്ട് കേട്ടിരുന്നു. ഈ മരത്തിൽ തന്നെ ഒരു കിളീന്റെ സൗണ്ട് കേട്ടിരുന്നു. അത് അറിയുന്നവര് കമന്റ് ചെയ്യട്ടെ. ഇപ്പൊ കേൾക്കണില്ല, ചിലപ്പോ കുറച്ചിന് കേൾക്കായിരിക്കും. കേൾക്കുമ്പോ ഞാൻ കാണിച്ചുതരാം. ഏത് കിളി കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇവിടെ ഒരു കിളി ഉണ്ടായതാണല്ലോ. നേരത്തെ കണ്ട കിളിയല്ല, വേറെ കിളി, ഒരു ചെറിയ കിളി ഇവിടെ ഉണ്ടായിരുന്നു. ആ മരത്തിലാണല്ലേ, ആ മരത്തിൽ കണ്ട് ഞാൻ പറഞ്ഞ കിളി. ഇപ്പൊ വന്ന ഈ മരത്തിൽ വന്ന ചെറിയ കിളിയുണ്ട്, അതുണ്ട് ആ മരത്ത്. ജിമ്മി ജിമ്മി കടന്നുറങ്ങ ജിമ്മി. എന്താ ജിമ്മി ഉഷാറാവ് ജിമ്മിയെ? ഉച്ചയ്ക്ക് കടന്നുറങ്ങല്ലേ ജിമ്മിയെ? എന്താ ജിമ്മിയെ? കുറച്ച് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉപ്പിലിട്ട് നെല്ലിക്ക ഇട്ടത്. ഇത് അധികം ആയിട്ട് ഇതാ തോന്നണ്. ഇത്രേനെ ഇട്ടുള്ളൂ, വേറെ എടുത്തിട്ടൊന്നുമില്ല. എത്രേനെ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് തിന്ന് നോക്കിയാലോ, ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി സ്പൂൺ എടുത്തിട്ട് വരാം കേട്ടോ. ഉപ്പിലിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ. ഇപ്പൊ കൊറേ ദിവസം ഈ ഉപ്പിലിട്ടിട്ട് കാണുമ്പോ കാണുമ്പോഴൊക്കെ തിന്നാൻ തോന്നി എനിക്ക്. ഐഷ് എന്താ നോക്കി, എന്ത് എരിവോ. മറ്റേ മുളകിൻ്റെ ഒക്കെ നല്ല ടെക്സ്ചറിൽ നല്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആഹാ, മുളക് കടിച്ച ഭാഗം പുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയാട്ടെ, എന്നിട്ട് ഇപ്പൊ എണീക്കുന്നുള്ളൂ. അങ്ങോട്ട് നോക്കി നല്ല സൺസെറ്റ് കാണുമ്പോൾ തന്നെ നല്ല രസം. എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്, പക്ഷെ മരം ഒന്നും സമ്മതിക്കണില്ല. ഫ്രണ്ടിൽ മൊത്തം മരം കൊണ്ടുണ്ടല്ലോ, ചെറിയൊരു ഭാഗമായിട്ട് കാണണേ. എനിക്ക് കാണുന്നുണ്ട്. അതൊക്കെ എന്ത് രസം. അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ചെറുതായിട്ട് കേട്ടോ, ചെറുതായിട്ട് കണ്ടാവാത്ത. ആ സൺസെറ്റ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ മുട്ടേൻ്റെ ഉള്ളത്തെ ഉണ്ണിയില്ലേ, ഒരു ഓറഞ്ച് ഉണ്ണി, അതേ ടൈപ്പ് സൺസെറ്റിൽ എങ്ങനെ തെങ്ങിത്തോട്ടത്തിന്റെ നടുവിൽ കൂടെ വീട്ടിലേക്ക് നടന്നുകൊടുക്കാം. നല്ല രസമുണ്ട് ഇത് കൂടെ നടക്കുമ്പോഴും. പിന്നെ സൺസെറ്റും, അത് സൺസെറ്റ് പോയിട്ട് എവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോൾ പൈരും ഒക്കെ ഇട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തെങ്ങിൻതോട്ടത്തിൽ എത്തിയപ്പോൾ മുഴുവനായിട്ട് പോയിക്കുന്നു. ഇവിടെ മൊബൈൽ കളിച്ചോണ്ടിരിക്കായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഓടി, അവിടുന്ന് ഓടി, നല്ല സൺസെറ്റിന്റെ ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഓടി
ഇവിടേക്ക് ഓടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഫോട്ടോ ഒന്നും എടുക്കണ്ട, നല്ല സ്ഥലമല്ല. മറ്റേ കുളത്തിന് വന്ന് എടുത്തത്, നല്ല സ്ഥലല്ലേ, രസമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന്. എന്തിനു വെറുതെ. എടുത്തില്ല. അവിടെ മറ്റേ കുളം ഒഴിക്കില്ലമ്മ, കുളം ഒഴിക്കുന്ന മാത്രം പോയി ഈ ഡ്രസ്സിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഈ ഡ്രസ്സോ? ആ വേറെ എടുക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ എടുത്തൂടെ, നമ്മളോട് ഉണ്ടല്ലോ മുള പച്ച, അതാക്കണേ. ഇനി എടുക്കാലോ, അത് ആരും വെട്ടി കളയൊന്നുമില്ലല്ലോ. എന്ത് ഞാൻ പറഞ്ഞ സൺസെറ്റ് കണ്ടിട്ട് ഒരാ ഓടിയോ വന്നാ അതിപ്പോ പോന്ന് പറഞ്ഞേ കൊണ്ടുപോയത്. കോഴി കൊറേ മുട്ടിട്ട് കൊറേയാണ് എടുത്ത് വെച്ച്, കൊറേയാണ് എടുത്ത് വെച്ച്. നമ്മൾ എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. വളരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.